ട്രെയിൻ അട്ടിമറിക്കാൻ സാധ്യത. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് പാക് അനുകൂല സംഘടനകളായ ISIS, ലഷ്കർ-ഇ-തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് റെയിൽവേ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നതാണ്. വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി പ്രവർത്തിക്കുന്ന പോലീസുകാർ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. അതായത് വിവിധ സ്റ്റേഷനുകളിൽ ക്രമസമാധാന പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒന്നും തന്നെ നടക്കാൻ പാടില്ല എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണം. ബോംബ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ പരിശോധന കർശനമാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. അതേസമയം ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിൽ എല്ലായിടത്തും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ പരശുറാം ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ട്രാക്കിൽ കല്ലുകൾ നിരത്തിവെച്ച നിലയിലാണ് കാണപ്പെട്ടതും. ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിൽ വേഗം തന്നെ ട്രെയിൻ നിർത്തുവാനും വലിയൊരു അപകടം ഒഴിവാക്കുവാനും സാധിച്ചു. പുലർച്ചെയാണ് കന്യാകുമാരി ജില്ലയിലെ ഇരണിയലിനു സമീപം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയതും. കന്യാകുമാരിയിൽ നിന്നും മംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പരശുറാം എക്സ്പ്രസ് ട്രെയിനിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്കാണ് എന്ന വാർത്തകൾ തമിഴ്നാട് മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കേരളത്തിൽ തന്നെ ഇപ്പോൾ പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തന്നെ ആകും എന്ന് കണക്കാക്കപ്പെടുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിയിലൂടെ വലിയ ആക്രമണങ്ങളും കലാപങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് ഇതിന് പിന്നിൽ. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യമായി പറയുന്നതും. പ്രത്യേക അജണ്ടയോട് കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറയിൽ പോലും പഴയ ഫയർ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനിൽ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് സ്ഥാപിക്കുകയായിരുന്നു. എഴുക്കോൺ പോലീസ് എത്തി പോസ്റ്റ് മാറ്റിയതിന് പിന്നാലെ തന്നെ വീണ്ടും പോസ്റ്റ് വെച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയം പോലീസിനും റെയിൽവേ വിഭാഗത്തിനും ഉണ്ടായിരുന്നു. ഈ വഴിക്കായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം നടത്തി വന്നതും. അതേസമയം രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടർന്നു വരികയാണ്. അതുപോലെ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈയിടയ്ക്കാണ് മംഗളൂരുവിലെ തോക്കോട്ട് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തിയതിൽ അന്വേഷണം ആരംഭിച്ചതും. മംഗളൂരുവിലെ തോക്കോട്ട് റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ട്രാക്കിലാണ് കല്ല് കണ്ടെത്തിയതും. കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നു പോയപ്പോൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയായിരുന്നു. ഇത് കേട്ട പരിസരവാസികളാണ് വിവരം പോലീസിനെ അതുപോലെ തന്നെ റെയിൽവേ അധികൃതരെ അറിയിക്കുന്നത്. റെയിൽവേ അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ച നിലയിൽ കണ്ടെത്തിയതും. കേരളത്തിൽ നിന്ന് ഉള്ളതടക്കം 2 തീവണ്ടികൾ കടന്നു പോയപ്പോഴായിരുന്നു വൻ ശബ്ദവും മുഴക്കവും ഉണ്ടായത്. ആ പ്രദേശത്ത് തന്നെ ഉത്സവത്തിന് പോയി മടങ്ങി എത്തുകയായിരുന്ന 2 സ്ത്രീകൾ സ്ഥലത്ത് 2 പേർ നിൽക്കുന്നത് കണ്ടിരുന്നുവെന്നതായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.